തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. തിരുവനന്തപുരം ഗൂർഗി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിമിഷങ്ങൾക്കകം 25 കോടി രൂപ നേടുന്ന ഭാഗ്യശാലി ആരാണ് എന്ന് അറിയാൻ സാധിക്കും. ഓരോ മലയാളിയും ഉറ്റുനോക്കുന്ന നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. 50 ലക്ഷം വീതം രണ്ടാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനം ഓണം ബമ്പറിന്റെ പ്രത്യേകതയാണ്. കൂടാതെ നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും ലഭിക്കും. 5000 മുതൽ 500 രൂപ വരെ മറ്റ് സമ്മാനങ്ങളുമുണ്ട്. എന്തായാലും പ്രമുഖർ പങ്കെടുക്കുന്ന നറുക്കെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ അതിനായുള്ള തയ്യാറെടുപ്പുകളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നറുക്കെടുപ്പിന് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്തു നിന്നും തത്സമയം ചേരുന്നു. ഡാൻ, ആ ഭാഗ്യശാലി ആര് എന്നറിയാൻ ഇനി നിമിഷങ്ങളുടെ ദൂരം മാത്രം. തീർച്ചയായിട്ടും അശ്വതി, അല്പസമയത്തിനകം ഔദ്യോഗികമായ നറുക്കെടുപ്പിലേക്ക് കടക്കും. ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള അതിഥികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനത്തിന് പുറമെ 1 കോടി രൂപ വീതമുള്ള രണ്ടാം സമ്മാനം 20 പേർക്കും 50 ലക്ഷം രൂപ വീതമുള്ള മൂന്നാം സമ്മാനം 20 പേർക്കും ലഭിക്കുന്നു എന്നത് തന്നെയാണ്. അതാണ് ഇതിലെ ഏറ്റവും ആകർഷണീയതയും. ഏതായാലും റെക്കോർഡ് വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 71 ലക്ഷം ടിക്കറ്റുകളായിരുന്നു വിറ്റുപോയതെങ്കിൽ ഇത്തവണ 75 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചിരുന്നു. എന്നാൽ 27-ാം തീയതി നറുക്കെടുപ്പ് നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും അന്ന് ഡീലർമാരുടെ കൈവശം ഈ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോകാതിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരാഴ്ച കൂടി നറുക്കെടുപ്പ് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് 14 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയ പാലക്കാട് തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. രണ്ടാമത് തൃശ്ശൂരാണ്. മൂന്നാമത് 8 ലക്ഷത്തിലധികം ടിക്കറ്റുകളുടെ വിൽപ്പന നടന്ന തിരുവനന്തപുരം. അത് ഏതാണ്ട് 9 ലക്ഷത്തിലേക്ക് കടന്നിട്ടുണ്ടാകും ഇന്നലെ കൊണ്ട് എന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായി പുറത്തു വരുന്ന കണക്കുകൾ. ഇന്നലെ വൈകുന്നേരം മുതൽ തിരുവനന്തപുരത്ത് ഒരു ടിക്കറ്റ് പോലും ലഭിക്കാനില്ലാത്ത തരത്തിലേക്ക് അത്രമാത്രം വലിയ തരത്തിൽ ഈ ഡിമാൻഡ് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെയൊക്കെ തിരുവനന്തപുരത്തെ ലോട്ടറി കടകൾക്ക് മുമ്പിൽ ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തുന്നതും നിരാശരായി മടങ്ങുന്നതും കാണാമായിരുന്നു. കാരണം ടിക്കറ്റുകൾ ഇന്നലെ വൈകുന്നേരത്തോടെ ഏതാണ്ട് ഹോൾസെയിൽ ഡീലർമാരുടെ കൈവശത്ത് നിന്ന് പൂർണ്ണമായി വിറ്റുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്പസമയത്തിനകം നറുക്കെടുപ്പിന്റെ ട്രയൽ നടക്കും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ടിക്കറ്റ് നറുക്കെടുപ്പിലേക്ക് നടക്കുക. നമ്മൾ ഇവിടെ മറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് 25 കോടിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഒന്നാം സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്ന ഭാഗ്യശാലി ആരെന്നറിയാൻ ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. അതാണ്, പാലക്കാടാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തമിഴ്നാട്ടിലേക്കാണ് അതിൽ നല്ലൊരു ശതമാനവും വിറ്റുപോയിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഓണം ബമ്പർ നറുക്കെടുപ്പ് ആരംഭിക്കും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നറിയാൻ, എവിടെ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് എന്നറിയാൻ ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. 2025 ഓണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും. ഒന്നാം സമ്മാനമായി 25 കോടി രൂപ നേടുന്ന ഭാഗ്യശാലി അതാരാണ് എന്നുറ്റുനോക്കുകയാണ് ഓരോ മലയാളിയും. 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കുന്ന രണ്ടാം സമ്മാനവും 50 ലക്ഷം വീതം 20 പേർക്ക് ലഭിക്കുന്ന മൂന്നാം സമ്മാനവും ഓണം ബമ്പറിന്റെ മാത്രം പ്രത്യേകതയാണ്. നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 സീരീസിനാണ് ലഭിക്കുക. അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്ക് ലഭിക്കും. 5000 മുതൽ 500 രൂപ വരെയുള്ള മറ്റ് സമ്മാനങ്ങളുമുണ്ട്. എന്തായാലും 500 രൂപ മുടക്കിയെടുക്കുന്ന ഒരു ടിക്കറ്റ് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും കൈവശമുണ്ടാകും. ലോട്ടറി എടുക്കുന്ന ശീലമില്ലാത്തവർ പോലും ഓണം ബമ്പർ, തിരുവോണം ബമ്പർ എടുക്കുന്നത് നമുക്കറിയാം. ഡാൻ കുര്യൻ അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഡാൻ, അവിടെ ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. കൃത്യം 1 മണിക്ക് തന്നെ 1 മണിയിലേക്ക് എത്തി, 1 മണി ആയിരിക്കുന്നു. ഇപ്പോൾ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ആദ്യം ഫയർറണ്ണായിരിക്കും. അതിനുശേഷമായിരിക്കും വിശിഷ്ട അതിഥികൾ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക്, അതായത് നറുക്കെടുപ്പ് നടക്കുന്ന വേദിയിലേക്ക് എത്തുക. അതിനുശേഷം പൂജ ബമ്പറിന്റെ പ്രകാശനം കൂടി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും ഈ തിരുവോണം ബമ്പറിന്റെ
നറുക്കെടുപ്പിലേക്ക് കടക്കുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള അതിഥികൾ എത്തിയിരിക്കുന്നു. അല്പസമയം കൂടി മാത്രം കേരളം കാത്തിരിക്കുന്ന 25 കോടിയുടെ ഭാഗ്യവാൻ ആര് എന്നറിയാം. ഓണം ബമ്പർ ഭാഗ്യശാലി ആര് എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ധനമന്ത്രി KN ബാലഗോപാൽ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റ് പ്രമുഖരുണ്ട് നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ട്രയൽ നടക്കും. അതിനുശേഷം ആരാണ് 25 കോടി രൂപ നേടുന്ന ഭാഗ്യശാലി എന്നറിയാം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു കോടി രൂപയാണ് 20 പേർക്ക് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്ക് ലഭിക്കുന്ന മൂന്നാം സമ്മാനം. നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കാണ്. അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പരമ്പരകൾക്ക്. ഉറ്റുനോക്കുകയാണ് മലയാളികൾ ഓണം ബമ്പർ ആർക്ക് എന്നറിയുന്നതിനായി. ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരുവോണം ബമ്പർ 2025 തിരുവോണം ബമ്പർ ലോട്ടറി ആർക്കാണ് അടിച്ചതെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാം. ഇപ്പോൾ അവിടെ നറുക്കെടുപ്പിനായി മന്ത്രിമാരടക്കം എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. പൂജാ ബമ്പറിന്റെ പ്രകാശനവും ഇന്ന് ഇപ്പോൾ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 25 കോടി രൂപ നേടുന്ന ഭാഗ്യശാലി ആരായിരിക്കും? അത് മലയാളി തന്നെ ആകുമോ എന്നുള്ള ചോദ്യമാണ് കുറച്ച് നേരമായി നമ്മൾ എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യം. കാരണം ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റിരിക്കുന്നത് പാലക്കാട് നിന്നുമാണ്. ആ പാലക്കാട് ഏറ്റവും അധികം ടിക്കറ്റുകൾ പോയിരിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് എന്നുള്ളതാണ്. നല്ല ശതമാനം ടിക്കറ്റുകളും തമിഴ്നാട്ടിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മാത്രം ഇത്തവണ 14 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യശ്രീ വകുപ്പിന്റെ പൂജാ ബമ്പർ 2025 ഭാഗ്യശ്രീ പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. പൂജാ ബമ്പർ ഭാഗ്യശ്രീ പ്രകാശന ചടങ്ങിന് പുറമെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തിരുവോണം ബമ്പർ ഭാഗ്യശ്രീ നറുക്കെടുപ്പും അല്പസമയത്തിനകം നടക്കും. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനത്തുക. ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ, ബഹുമാനപ്പെട്ട MLA ശ്രീ ആന്റണി രാജു അവർകൾ, ബഹുമാനപ്പെട്ട ഭാഗ്യക്കുറി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീമതി മായ N പിള്ളൈ, ബഹുമാനപ്പെട്ട ഭാഗ്യക്കുറി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീ രാജ് കപൂർ, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ആമുഖാവതരണത്തിനായും സ്വാഗതം ആശംസിക്കുവാനായും ബഹുമാനപ്പെട്ട സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് അവർകളെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം.